വിജ്ഞാന സംവേദനത്തിൻ്റെ 7 ദിനങ്ങൾ പൂർത്തീകരിച്ച് നാരായണ ഗുരുകുല കൺവെൻഷൻ പര്യവസാനിച്ചു. 74 വർഷങ്ങൾക്ക് മുൻപ് ഗുരുവിൻ്റെ പ്രിയ ശിഷ്യൻ നടരാജ ഗുരുവാണ് ഗുരുകുല കൺവെൻഷന് തുടക്കം കുറിച്ചത്. ഗുരുകുല സന്നിധിയിലും ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി അങ്കണത്തിലുമായാണ് കൺവെൻഷൻ നടന്നത്. സന്യാസിമാരും ബ്രഹ്മചാരികളും ഗുരുവിൽ പ്രിയരായ ഗൃഹസ്ഥ ശിഷ്യന്മാരും ഇവിടെ ഒത്തുകൂടുന്നു. 7 ദിവസങ്ങളിലായി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാറുകളും അവയെ അവലംബമാക്കിയുള്ള സംവാദങ്ങളും ചർച്ചകളുമാണ് ഗുരുകുല കൺവെൻഷനെ ജീവസുറ്റതാക്കുന്നത്. ഗുരുകുലനാഥനായ ഗുരു മുനിനാരായണ പ്രസാദ്, സ്വാമി ത്യാഗീശ്വരൻ, സ്വാമി തന്മയ തുടങ്ങി പ്രമുഖരായ സന്യാസിമാരുടെ പ്രവചനങ്ങളും സാഹിത്യ സാംസ്കാരിക രംഗത്തും ആത്മീയ വൈജ്ഞാനിക മേഖലകളിലും പ്രമുഖരായ പ്രതിഭകൾ സെമിനാറുകളിലും വിഷയാവതരണം നടത്തുന്നു. ജിജ്ഞാസുക്കളായ പ്രേക്ഷക സമൂഹം ചർച്ചകളിലും പ്രതികരണങ്ങളിലും പങ്കുകൊള്ളുക പതിവാണ്. സാഹിത്യത്തിലും തത്വചിന്തകളിലും ആത്മീയ വിഷയങ്ങളിലും സർവമത ദർശനങ്ങളിലും അറിവും പാണ്ഡിത്യവുമുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തും. കൺവെൻഷൻ്റെ ഭാഗമായി വരുന്നവർ ഒരാഴ്ചക്കാലം ഗുരുകുലത്തിലെ ഗൃഹസ്ഥാന്തരീക്ഷത്തിൽ താമസിച്ചുകൊണ്ട് പഠനം നടത്തുന്നു. ഇത് വിജ്ഞാനദാഹികൾക്ക് വേറിട്ട അനുഭവമാണ്. സായാഹ്നത്തിലെ പ്രാർത്ഥനായോഗങ്ങളിൽ ഗുരുകുല സന്യാസിമാരും ബ്രഹ്മചാരികളും വിശിഷ്ട വ്യക്തിത്വങ്ങളും പ്രഭാഷണം നടത്തും. തുടർന്ന് അറിവിനും സാംസ്കാരിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. അക്ഷരത്തിലൂടെ അധ്വാനത്തിലൂടെ നമ്മുടെ നാടിനെ സ്വർഗമാക്കിയവരാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ. അവർ നീതിസാരം ചമച്ചു, മനുഷ്യത്വം പ്രചരിപ്പിച്ചു. അപ്പോഴും ഒക്കെയും തകർത്ത് അതിശക്തം സ്ഥാപിക്കാൻ ഒരു കൂട്ടർ പണിപ്പെട്ടു. അവർ ആചാരങ്ങൾ സ്ഥാപിച്ചു, അന്ധവിശ്വാസങ്ങൾ സൃഷ്ടിച്ചു. അതിനായി വിരുന്നു വന്ന വിദേശിയന്റെ തോളിൽ കൈയിട്ട് തോഴനായി തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ. ഗുരുകുല കൺവെൻഷൻ ആത്മാനന്ദകരമായ സൗഹൃദത്തിൻ്റെതാണ്. വിജ്ഞാന സംവേദനത്തിൻ്റെ സഹവാസമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.